2024 മെയ് മാസത്തിലാണ് ആദ്യമായി മൂന്നാർ ഗ്യാപ് റോഡിൽ ഒരു സാഹസിക യാത്ര റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് നിയമലംഘനങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. ഇതുവരെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. റീൽസ് ചിത്രീകരിക്കുന്നതിനായി വാഹനത്തിന്റെ ഡോറിൽ ഇരുന്നും എന്തിന് വാഹനത്തിന്റെ മുകളിൽ കയറി ഇരുന്നു വരെ യാത്ര ചെയ്ത സംഭവങ്ങൾ മൂന്നാറിലുണ്ടായി. ദൃശ്യങ്ങൾ പുറത്തു വന്ന സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. നിയമലംഘകരിൽ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു. കേരളത്തിൽ നിന്നുള്ള നിയമലംഘകർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളുണ്ടായി. ഇത്തരം സാഹസിക യാത്രക്കാർ സ്വയം അപകടത്തിൽപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിയമലംഘനങ്ങൾ നടത്തിയതിൽ ഏറെയും സ്വകാര്യ വാഹനങ്ങളാണ്. എന്നാൽ സഞ്ചാരികളുമായി സവാരി നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാർ ഈ നിയമലംഘനത്തിന് അവസരം നൽകുകയും ചെയ്യുന്നുണ്ട്. നിയമലംഘനങ്ങൾ ഇങ്ങനെ തുടർക്കഥയാവുമ്പോഴും മൂന്നാർ ഗ്യാപ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയില്ല. ഇനിയൊരു അപകടമുണ്ടായാലേ അധികൃതർ ഉണരൂ എന്ന് തോന്നുന്നു. ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.